ഇപ്പോൾ ഞാൻ ഹൈദരാബാദിലാണ് പറഞ്ഞപ്പോൾ ഡിവോഴ്സ് ആയി എന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും ഇപ്പോൾ രാവിലെ എനിക്ക് ഞങ്ങൾ യൂട്യൂബ് നോക്കും, ഞങ്ങൾ ഇന്ന് പല്ല് വെച്ചോ കുളിച്ചോ കാപ്പി കുടിച്ചോ, കാരണം അത് പറയുമല്ലോ. ഞാൻ അറിഞ്ഞത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കമൻറ്റ് വന്നപ്പോൾ ചേച്ചി ഇങ്ങനെ ഒരു ന്യൂസ് ഉണ്ട് വന്നിട്ട് അത് സത്യമാണോ, ഞാൻ ഇപ്പോൾ എന്നാൽ അതൊന്നും എടുത്തിട്ട് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ ചേച്ചി, അത് നമുക്കൊന്ന് കാണണ്ടേ, തപ്പിയെടുക്കാൻ കുറച്ച് പാടില്ല. അല്ല, അതിലും കോമഡി ഉണ്ടായത് കർണാടകയിലെ ഏതോ ഉൾഗ്രാമത്തിൽ നടക്കുന്ന ദേവദാസി കല്യാണം. ഞാനാണ് ആ അമ്പലത്തിലെ പൂജാരി, ഇതാണ് ആ പാവം ദേവദാസി. സഹിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് കഥയാണ്. ഞങ്ങളുടെ വീഡിയോ വെച്ചിട്ട് ഇതാണ് ദേവദാസി കല്യാണം. ആൾക്കാർക്ക് പറയാൻ എന്തും പറയാം. അവർക്ക് പറ്റാത്തത് നമ്മൾ ചെയ്യുന്നു. അല്ല, സി ഓവറോൾ ഇപ്പോൾ സൊസൈറ്റിയുടെ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇപ്പോൾ പ്രശ്നത്തിലിരിക്കുകയാണ്. യങ്സ്റ്റേഴ്സിൻ്റെ വകയുള്ള ഇഷ്യൂസ് ഉണ്ട്, അതല്ലാതെ ക്രൈമിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആണ്, സ്ട്രെസ്ഡ് ആണ്, വീട്ടിൽ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. ഒരു ഡിവോഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വക്കീലെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം എന്തൊക്കെയാണ് പ്രശ്നം നടക്കുന്നതെന്നുള്ളത്. എൻ്റെ അടുത്ത് ചോദിക്കാം, ബിക്കോസ് ഐ ബീൻ ഹാൻഡ്ലിങ് ദീസ്. അപ്പോൾ ആൾക്കാർ ഫ്രസ്ട്രേറ്റഡ് ആണ്, ഇറിറ്റേറ്റഡ് ആണ്. ഇതെവിടെ തീർക്കും? ആകെ തീർക്കാൻ പറ്റണത് ഞങ്ങളുടെ നെഞ്ചത്താണ്. ആരാണ് പോപ്പുലറായിട്ട് ഒരു വീഡിയോ വരുന്നത് അതിൽ 4 ചീത്ത പറയുമ്പം ആ ഒരു ദേഷ്യം കുറയുന്നില്ല. അങ്ങനെ ആകുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തൊട്ട് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് രോഗമാണ് ഗെറ്റ് വെൽ സൂൺ. അത് രോഗമാണ്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന മൂവീസൊക്കെ ഈ യുവതലമുറയെ ബാധിക്കുന്ന പറഞ്ഞ കുറേ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ്? മൂവീസ് ഇറങ്ങിയിരുന്നു പണ്ടും. ആ സമയത്തെ ഏറ്റവും വയലൻ്റ് ആയിട്ടുള്ള മൂവീസ് നമുക്ക് കാണാൻ പറ്റും. പടയോട്ടത്തിൽ യുദ്ധമൊക്കെ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓരോ സിനിമകൾ നമുക്ക് ഓരോ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ആ സിനിമ മാത്രമാണ് കാരണം ഞാൻ പറയില്ല, വേറെ പല കാരണങ്ങളുണ്ട്. കാരണം ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ ഒരു മർഡറാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് പോയി മർഡർ ചെയ്യണമെന്ന് തോന്നില്ല. പക്ഷേ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ട് ഒരാൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ബൈ മിസ്റ്റേക്ക് അതാണ് പ്രൊട്ടാഗണിസ്റ്റ് ചെയ്യേണ്ടത്, ഞാനാണ് ആ ഹീറോ എന്ന് പറഞ്ഞ് ആ ഒരു മർഡറിൻ്റെ ഇതിലേക്ക്. അപ്പോൾ അവിടെയാണ് ഈ ഡ്രഗ് അബ്യൂസോ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസിൻ്റെയോ ഒക്കെ കാര്യം വരുന്നത്. 2K കിഡ്സിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? 2K കിഡ്സ് അവർ കിഡ്സാണ്, അവർ കിഡ്സായിട്ട് ബിഹേവ് ചെയ്യുന്നത് നല്ലത്. അല്ല, അവർ കിഡ്സായിട്ട് ബിഹേവ് ചെയ്താൽ നല്ലത്. 2K കിഡ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയും. 2Kയിൽ ജനിച്ചവർ 25 വയസ്സാണ്. പാരൻറ്റിങ്ങിൻ്റെയും പ്രശ്നമാണ്. ബിക്കോസ് ഇവർ പാരൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 24 മണിക്കൂറും ചിലവഴിക്കുമ്പോൾ കുട്ടികളെ നോക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ കുട്ടികളെ വേറെ ആൾക്കാർ നോക്കും. പിയർ പ്രഷറിൽ അവർ തെറ്റായ വഴിക്ക് പോകും. അത് നോക്കാനുള്ള സമയം കിട്ടാതെ ആ മക്കൾക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള ബോധം കുട്ടികൾക്കില്ല. ഈ കോപ്പി അടിച്ചാൽ ഡീബാർ ചെയ്യാം, പക്ഷെ ഒരാളെ കൊലപ്പെടുത്തിയാൽ വീണ്ടും എക്സാം വീണ്ടും എഴുതിക്കുക, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോപ്പി അടിക്കുന്നത് എക്സാമായിട്ട് ഡയറക്റ്റ്ലി ലിങ്ക്ഡ് ആണ്. മർഡർ ചെയ്യുന്നതും എക്സാമുമായിട്ട് ഡയറക്റ്റ്ലി ലിങ്ക്ഡ് അല്ല, ലീഗൽ സൈഡ് പറയുകയാണെങ്കിൽ. കാരണം കൊന്നാലും കൊന്നില്ലെങ്കിലും അത് വേറൊരു കാര്യമാണ്. പഠിച്ചോ പരീക്ഷ എഴുതിയോ, അതാണ് പരീക്ഷയിൽ നോക്കേണ്ടത്. അപ്പോൾ കോപ്പി അടിച്ചാൽ ഡീബാർ ചെയ്യാം. പക്ഷേ ഐ വുഡ് സേ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ട് ഈ കോപ്പി അടിച്ചാൽ ഡീബാർ ചെയ്യുന്ന അതേപോലെ തന്നെ കൊല ചെയ്ത് കഴിഞ്ഞാൽ ഡീബാർ ചെയ്യല്ല, അറ്റ്ലീസ്റ്റ് എക്സാം എഴുതിപ്പിക്കാതെങ്കിലും ഇരിക്കാമായിരുന്നു എന്നൊക്കെ ഒരു ഔട്ട് ഓഫ് കൺസേൺ പറയാം. പക്ഷേ ലോ ഹാസ് ഇറ്റ്സ് ഓൺ വേ വേണ്ടിയിട്ടാണ് ഇപ്പോൾ IPC മാറ്റിയിട്ട് BNS ആയത്. 1895 IPC മാറ്റിയിട്ട് പുതിയ BNSഉം BNSSഉം വന്നിട്ടുള്ളത്. പക്ഷേ അതിനകത്തും കുറേ അധികമൊക്കെ ചേഞ്ചസ് വന്നേ പറ്റും. കുറേ റൂൾസൊക്കെ ആർക്കേക്കാണ്. അപ്പോൾ അത് മാറ്റിയേ പറ്റും. മാറ്റം വരും ഇവൻച്വലി. ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഓട്ടോക്രാറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് നിയമം മാറ്റി എന്ന് പറഞ്ഞാൽ നാളെ രാവിലത്തെ പുതിയ നിയമം വരും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഞങ്ങൾ ഏതോ ഒരു ഐ തിങ്ക് ഒരു വലിയച്ഛനാണ് ഞങ്ങളെക്കുറിച്ച് ഒരു ആർട്ടിക്കൽ എഴുതിയത്. ഇന്ത്യ ഇസ് എ കൺട്രി വേ യു ക്യാൻ പിസ് ഇൻ പബ്ലിക് ബട്ട് നോട്ട് കിസ് ഇൻ പബ്ലിക്. പൊതുസ്ഥലങ്ങളിൽ നമുക്ക് മൂത്രമൊഴിക്കാം, പക്ഷെ ഒന്നും വയ്ക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു സൊസൈറ്റിയാണ് നമുക്ക്. സോ ആ ചേഞ്ചസ് എല്ലാം സൊസൈറ്റി എങ്ങനെയാണ് എന്നുള്ളത് വി ആർ ദ സൊസൈറ്റി, നിങ്ങൾ ഉൾപ്പെടെയുള്ളൂ. അത് എൻ്റെ അടുത്ത് ചോദിക്കാൻ പാടില്ല, നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കണം, ഓരോരുത്തരും. ബിക്കോസ് വി ഡിസൈഡ് ലോട്ട് ഓഫ് തിങ്സ്. ഇപ്പോൾ മലയാള സിനിമകളിൽ ക്രിമിനൽ കണ്ടൻസ് കൂടുതലാണ്. അപ്പോൾ മലയാള സിനിമേൻ്റെ പുരോഗതി കാണുന്നത് അത് സെൻസർ ബോർഡാണ് പറയുന്നത്. ഞാൻ സെൻസർ ബോർഡിലില്ല. അപ്പോൾ ശരി എന്നാൽ.
ശരി, ഓക്കെ, താങ്ക് യു വെരി മച്ച്.